ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുമുള്ള സ്ക്വാഡ് സെലക്ഷനിൽ വാക്തർക്കം. സഞ്ജു സാംസണെ ഒഴിവാക്കിയത് രോഹിത് ശർമ്മ. വിക്കറ്റ് കീപ്പർമാരുടെ സെലക്ഷനിൽ ഗൗതം ഗംഭീർ സഞ്ജു സാംസണായി വാദിച്ചപ്പോൾ രോഹിത് ശർമ്മയും അജിത് അഗാക്കറും ഋഷഭ് പന്തിനായി ഉറച്ചു നിൽക്കുകയായിരുന്നു. BCCI മുഖ്യ സെലക്ടർ അജിത് അഗാക്കർ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തി ആരെയൊക്കെ ഒഴിവാക്കിയെന്ന് നോക്കാം. റൂമറുകൾക്ക് വിരാമമിട്ട് ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ ക്യാപ്റ്റനായി തുടരുന്ന സ്ക്വാഡിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയക്കെതിരായ 5ാം ടെസ്റ്റിനിടെ പരിക്കേറ്റ ബുംറ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ കളിക്കാൻ സാധ്യത കുറവാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വൈസ് ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ള സ്ക്വാഡിൽ ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയ്ക്കായി ടെസ്റ്റിലും 2020യിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ജയ്സ്വാളിന്റെ ഏകദിന ഫോർമാറ്റിലേക്കുള്ള സെലക്ഷൻ എവരും പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് തന്നെയാണ്. 2023 ഏകദിന വേൾഡ് കപ്പിന് ശേഷം പരിക്കു മൂലം ടീമിൽ നിന്നും വിട്ടുനിന്നിരുന്ന മുഹമ്മദ് ഷമി ടീമിൽ തിരിച്ചെത്തി. അതുപോലെ തന്നെ 2023 ഏകദിന വേൾഡ് കപ്പിന് ശേഷം ഏകദിനങ്ങൾ കളിക്കാതിരുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ടീമിൽ തിരിച്ചെത്തി. സ്ക്വാഡ് വിശദമായി നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് റോളിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭമാൻ ഗില്ലും ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ഇടം നേടി. മിഡിൽ ഓർഡറിൽ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും കളിക്കുമ്പോൾ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് ഋഷഭ് പന്തിനെയും KL രാഹുലിനെയുമാണ്. ഓൾറൗണ്ടർമാരായി സ്ക്വാഡിൽ ഇടം നേടിയിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ. സ്ക്വാഡിലെ ബോളിംഗ് യൂണിറ്റിൽ പേസർമാരായ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, ഹർഷിത് റാണ, അർഷദീപ് സിംഗ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പരിക്കിന് ശേഷം ടീമിൽ മടങ്ങിയെത്തിയ കുൽദീപ് യാദവ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കും. അതേസമയം മുഹമ്മദ് സിറാജ് ടീമിൽ നിന്നും പുറത്തായപ്പോൾ 3ാം സീമറായി അർഷദീപ് സിംഗിനെയാണ് പരിഗണിച്ചത്. അതുപോലെ തന്നെ ടീമിലേക്ക് വിളിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫിയിൽ 5 സെഞ്ചുറികളുടെ അകമ്പടിയോടെ 7 മാച്ചുകളിൽ നിന്ന് 752 റൺസ് ആവറേജിൽ 752 റൺസ് സ്കോർ ചെയ്ത കരുൺ നായർ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ 2 സെഞ്ചുറിയുമായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച യുവ ഓൾറൗണ്ടർ തിലക് വർമ്മ, ഓസ്ട്രേലിയക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ പേസ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർക്കും നിരാശയായിരുന്നു ബലം. ഫെബ്രുവരി 19 ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ആദ്യ മാച്ച് ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയും ഫെബ്രുവരി 23 പാകിസ്ഥാനെതിരെയും മാർച്ച് 2 ന്യൂസിലാൻഡിനെതിരെയും ദുബായിൽ വെച്ച് നടക്കും.